മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങളടങ്ങുന്ന തുലാം രാശിക്കാരുടെ വർഷം 2025 മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. 10ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 10ാം ഭാവാധിപൻ ചന്ദ്രനാണ്. ചന്ദ്രന് ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു. കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ശനി എന്നിവയാണ്. ശുക്രൻ ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത്. ബുധനും നീചസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ഒപ്പം ശുക്രനുമുള്ളതിനാൽ നീചഭംഗം സംഭവിച്ചിരിക്കുകയാണ്. ശനിയാണെങ്കിൽ സ്വരാശിയിലും മൂലത്രികോണസ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ഇതുകൊണ്ടെല്ലാം തന്നെ കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല. ഓഫീസിൽ വർക്ക് ലോഡ് കൂടാൻ സാധ്യതകളുണ്ടെങ്കിലും അതെല്ലാം തന്നെ സമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതും ആയിരിക്കും. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ബിസിനസ്സിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും. ചൊവ്വ നിങ്ങളുടെ ധനസ്ഥാനമായ 2ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഇത് പൈസ സേവ് ചെയ്യുവാൻ സഹായിക്കുന്നതായിരിക്കും. നേരത്തെ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതുമായിരിക്കും. പൊതുവെ സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും. ഇനി തുലാം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ചൊവ്വയാണ് 7ാം ഭാവാധിപൻ. ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ 9ാം ഭാവത്തിലാണ്. ഇവിടെ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. കൂടാതെ നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. എങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം വളരെ നല്ലതായിരിക്കും. ബുധൻ നിൽക്കുന്നത് മീനം രാശിയിലാണ്. മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണെങ്കിലും ഇവിടെ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതും നീചഭംഗ രാജയോഗം നിർമ്മിക്കുന്നതുമായിരിക്കും. എല്ലാം കൊണ്ടും തന്നെ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളില്ലാതെ നടന്നു പോകുന്നതുമായിരിക്കും. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ആയിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ സ്ഥിതി വളരെ സ്ട്രോങ് ആയതിനാൽ നിങ്ങൾക്ക് ഈ മാസം പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. പഠനത്തിലും മറ്റും നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായിരിക്കും. മാർച്ച് 29-ാം തീയതി ശനി 6-ൽ പ്രവേശിക്കുകയാണ്. 6-ൽ ശനി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. എങ്കിലും ഇവിടെ ഈ സമയത്ത് വിദ്യാർത്ഥികളുടെ അറ്റൻഷൻ ഡൈവേർട്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതകളില്ല. നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം ആരോഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും. നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ മരുന്നുകളും മറ്റും സമയത്ത് കഴിക്കുവാൻ ശ്രദ്ധിക്കണം. ഇതല്ലാതെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഇതാണ് തുലാം രാശിക്കാരുടെ വർഷം 2025 മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.